PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 15-നാണ് നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാം നടക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടി കോർപ്പറേഷനിൽ നിന്നും റിവിഷൻ്റെ ഭാഗമായിട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 100 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. CSEB എക്സാം ക്ലാസ്സസ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഫാദർ ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. ഫാദർ ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. ഉത്തരം വർഗീസ് കുര്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് ആണ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ. ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ. ഉത്തരം മക്ലഗാൻ കമ്മിറ്റി. കോർപ്പറേഷൻ്റെ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് മക്ലഗാൻ കമ്മിറ്റിയാണ്. മക്ലഗാൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 1914, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1915. 1 man 1 vote എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ മക്ലഗാൻ കമ്മിറ്റിയുടേതാണ്. റോബർട്ട് ഓവൻ കെയിം ഇൻ ടു ലൈംലൈറ്റ് ബൈ ഫോർമുലേറ്റിംഗ് എ തിയറി കോൾഡ്. റോബർട്ട് ഓവൻ കെയിം ടു ലൈംലൈറ്റ് ബൈ ഫോർമുലേറ്റിംഗ് എ തിയറി കോൾഡ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നത് റോബർട്ട് ഓവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. റോബർട്ട് ഓവനും വില്യം കിങ്ങും ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് പയനേഴ്സ് ആണ്. റോബർട്ട് ഓവനാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ വാസ് പുട്ട് ഫോർത്ത് ബൈ. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ വാസ് പുട്ട് ഫോർത്ത് ബൈ. ഉത്തരം ഹൊറസ് പ്ലങ്കറ്റ്. ഹൊറസ് പ്ലങ്കറ്റിൻ്റെ വാക്കുകളാണ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്നത്. ഹൊറസ് പ്ലങ്കറ്റ് ആരാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ അയർലൻഡ്. അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് ഹൊറസ് പ്ലങ്കറ്റ്. ത്രിഫ്റ്റ് ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ഇൻ ഡാഷ് സൊസൈറ്റീസ്. ത്രിഫ്റ്റ് ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ഇൻ ഡാഷ് സൊസൈറ്റീസ്. ഉത്തരം ഹാൻഡ്ലൂം സൊസൈറ്റീസ്. ത്രിഫ്റ്റ് ഫണ്ട്, സെസ് ഫണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റിയാണ്. ത്രിഫ്റ്റ് ഫണ്ട് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയും സെസ് ഫണ്ട് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രിഫ്റ്റ് ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ഇൻ ഹാൻഡ്ലൂം സൊസൈറ്റീസ്. ദ ചെയർമാൻ ഓഫ് കോപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ട്. ദ ചെയർമാൻ ഓഫ് കോപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ട്. ഉത്തരം മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൻ്റെ ചെയർമാൻ ആരാണ്? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനാണ്. അതിൻ്റെ സെക്രട്ടറി ആരാണ്? ജോയിൻ്റ് രജിസ്ട്രാറാണ്. The first president of SPCS was. The first president of SPCS was. ഉത്തരം MB പോൾ. SPCS എന്ന് പറഞ്ഞാൽ എന്താ? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. 1945 നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയത്താണ്. SPCSൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് MB പോൾ. ആദ്യത്തെ സെക്രട്ടറിയാണ് കാരൂർ നീലകണ്ഠ പിള്ള. സാഹിത്യ സഖ്യം എന്നതായിരുന്നു ആദ്യത്തെ പേര്. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. കേരളത്തിലെ ഒരേ ഒരു സാഹിത്യ പ്രവർത്തകർക്കുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നിലവിൽ വന്ന വർഷം 1945. അടുത്തത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ഉത്തരം അപ്പെക്സ് സൊസൈറ്റി. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ സൊസൈറ്റിയാണ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് 1 man 1 vote. നേരത്തെ നമ്മൾ പറഞ്ഞു 1 man 1 vote എന്നത് കോർപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മക്ലഗാൻ കമ്മിറ്റി. The motto of cooperative society is. The motto of cooperative society is. ഉത്തരം each for all and all for each. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണ സംഘങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. ഇത് ആദ്യമായി ഉപയോഗിച്ച സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് റേഫിഷൻ സൊസൈറ്റിയാണ്. NCCT stands for
ഉത്തരം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT നിലവിൽ വന്നത് 1976 സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് NCCT നിലവിൽ വരുന്നത്. NCCTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. കോപ്പറേറ്റീവ് ഡെമോക്രസി ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. കോപ്പറേറ്റീവ് ഡെമോക്രസി ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. ഉത്തരം JP വാർബേസ്. കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന ബുക്ക് എഴുതിയത് JP വാർബേസ് ആണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ബുക്കാണ് കോപ്പറേറ്റീവ് വേ. കോപ്പറേറ്റീവ് ഡെമോക്രസിയും കോപ്പറേറ്റീവ് വേയും എഴുതിയത് JP വാർബേസ് ആണ്. ഡബിൾ ലോക്ക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ. ഉത്തരം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. പാക്സ് അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡബിൾ ലോക്ക് സിസ്റ്റം. ഡബിൾ ലോക്ക് സിസ്റ്റത്തിൽ ചീഫ് എക്സിക്യൂട്ടീവും ക്യാഷിയറും ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്. എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഉത്തരം നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ്. എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി സിംഗിൾ ടയർ സ്ട്രക്ചറാണ്. അതും കൂടി ഓർക്കുക. എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് സിംഗിൾ ടയർ സ്ട്രക്ചറാണ്. ദ ഓംബുഡ്സ്മാൻ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ്. ഉത്തരം ഗവൺമെൻറ്. ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ കൺട്രോളിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അടുത്തത് ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ഉത്തരം 51 മെമ്പേഴ്സ്. NCDC എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത് നിലവിൽ വന്നത് 1963 മാർച്ച് 13 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NCDC ആക്ട് വന്നത് 1962. NCDCയുടെ ജനറൽ കൗൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അത് 51. NCDCയുടെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ ഉള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12. NCDCയുടെ ജനറൽ കൗൺസിലിൽ 51 മെമ്പേഴ്സും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ 12 മെമ്പേഴ്സുമാണ് ഉള്ളത്. അടുത്തത് ആസ് പെർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ സൊസൈറ്റി ഈസ്. ആസ് പെർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ സൊസൈറ്റി ഈസ്. ഉത്തരം 10. 1904 ആക്ട് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റാണ്. നിലവിൽ വന്നത് 1904 മാർച്ച് 25. 1904 10ാമത്തെ ആക്റ്റായിരുന്നു ഇത്. ഈ ആക്ടിന് എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു? 29 സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. 1904 ആക്ട് അനുസരിച്ച് ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ആസ് പെർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ സൊസൈറ്റി ഈസ് 10. ഈ ഒരു സൊസൈറ്റിയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഡ്രോബാക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഈ ഒരു ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അടുത്തത് ICA ഈസ് ദ അബ്രീവിയേഷൻ ഓഫ്. ഉത്തരം ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA നിലവിൽ വന്നത് 1895. ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസിലാണ്. ICA ഫോം ചെയ്യുന്ന സമയത്ത്, അതായത് 1895 ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു. 1982 ജനീവയിലേക്ക് മാറ്റി. പിന്നെ 2013 ബ്രസൽസിലേക്ക് മാറ്റിയത്. നിലവിൽ ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസിലാണ്. NCCT ഹാവിംഗ് ഡാഷ് സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT ഹാവിംഗ് ഡാഷ് സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഉത്തരം 3 ടയർ സിസ്റ്റം. NCCT നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഇത് 3 ടയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ദ ഡാഷ് ഈസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ ഡാഷ് ഈസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം പ്രസിഡൻറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റ് ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു? പ്രസിഡൻറ്റ് ഓഫീസറാണ്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഫേവേർഡ് ഡാഷ് സൊസൈറ്റി.
റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഫേവേർഡ് ഡാഷ് സൊസൈറ്റി? ഉത്തരം സിംഗിൾ പർപ്പസ് ക്രെഡിറ്റ് സൊസൈറ്റി. സിംഗിൾ പർപ്പസ് ക്രെഡിറ്റ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്ത കമ്മീഷനാണ് റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ. റോയൽ കമ്മീഷൻ നിലവിൽ വന്നത് 1900, അതായത് അപ്പോയിൻറ്റ് ചെയ്തത് 1926 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1928 മൾട്ടിപർപ്പസ് ക്രെഡിറ്റ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്ത ആരാണ്? അത് RG സരയ്യയാണ്. അടുത്തത് ദ ഫൗണ്ടർ ഓഫ് ദ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ ദ വേൾഡ് ഈസ്? The founder of the cooperative urban bank in the world is? ഉത്തരം ഷൂൾസ് ഡെലിഷ്. അർബൻ ബാങ്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഷൂൾസ് ആണ്. അർബൻ ബാങ്കുകളുടെ ജന്മസ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് ജർമ്മനിയാണ്. ഡാഷ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഹാൻഡ്ലൂം സൊസൈറ്റീസ്? ഡാഷ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഹാൻഡ്ലൂം സൊസൈറ്റീസ്? ഉത്തരം സെസ് ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, സെസ് ഫണ്ടാണ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. ട്രേഡ് നെയിം ഓഫ് ദ മാനുവർ സോൾഡ് അണ്ടർ മത്സ്യഫെഡ്? ട്രേഡ് നെയിം ഓഫ് ദ മാനുവർ സോൾഡ് അണ്ടർ മത്സ്യഫെഡ്? ഉത്തരം ന്യൂട്രിഫിഷ്. മത്സ്യഫെഡ് സെയിൽ ചെയ്യുന്ന മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ പേരാണ് ന്യൂട്രിഫിഷ്. യൂണിവാലൻറ്റ് കോപ്പറേറ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ്? യൂണിവാലൻറ്റ് കോപ്പറേറ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെയാണ് യൂണിവാലൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ എന്ത് പറയും? പോളിവാലൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ യൂണിവാലൻറ്റ് കോപ്പറേറ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ റെമ്യൂണറേഷൻ ഗിവൻ ടു പ്രസിഡൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കോൾഡ്? The remuneration given to president in a cooperative society is called? ഉത്തരം ഹോണറേറിയം. പ്രസിഡൻറ്റിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ഓണറേറിയം. മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ്? മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് എത്രയാണ്? 60,000. മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് 60,000 ആണ്. മിനിമം 2,000 റുപ്പീസാണ്. എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. Rainbow color of the cooperative flag denotes? Rainbow color of the cooperative flag denotes? ഉത്തരം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെയിൻബോ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. സൂസ്മാൻ സ്കീം ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്? സൂസ്മാൻ സ്കീം ഈസ് റിലേറ്റഡ് ടു ഡാഷ് സൊസൈറ്റീസ്? ഉത്തരം ഹാൻഡ്ലൂം സൊസൈറ്റീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂസ്മാൻ സ്കീം, ഫെയർ വെതർ സ്കീം, സെസ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട്, ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി, ഇതെല്ലാം വീവേഴ്സ് സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഹാൻഡ്ലൂം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ? കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ ചാൾസ് ഗൈഡ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ചാൾസ് ഗൈഡ്. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്? ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്? ഉത്തരം ഇംഗ്ലണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തന്നെ ബർത്ത് പ്ലേസ് ആണ് ഇംഗ്ലണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെയും ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെയും ഒക്കെ ബർത്ത് പ്ലേസ് ഇംഗ്ലണ്ടാണ്. ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ അത് ജർമ്മനിയാണ്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ? ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ? ഉത്തരം NCDC. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ICDP ഇംപ്ലിമെൻറ്റ് ചെയ്തത് NCDC ആണ്. ICDP ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലെ നദിയ ഡിസ്ട്രിക്റ്റാണ്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ്. ഡാഷ് ഈസ് നോൺ ആസ് ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം? ഡാഷ് ഈസ് നോൺ ആസ് ദ ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം? ഉത്തരം കോപ്പറേഷൻ. റെഗുലേറ്റഡ് മാർക്കറ്റ് ഓൺ അഗ്രികൾച്ചർ വാസ് റെക്കമെൻഡഡ് ബൈ? റെഗുലേറ്റഡ് മാർക്കറ്റ് ഓൺ അഗ്രികൾച്ചർ വാസ് റെക്കമെൻഡഡ് ബൈ H. കൾവേർട്ട്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് റെഗുലേറ്റഡ് മാർക്കറ്റ് റെക്കമെൻഡ് ചെയ്തത്. ഈ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു H. കൾവേർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തതും റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്. അപ്പോൾ റെഗുലേറ്റഡ് മാർക്കറ്റ് ഓൺ അഗ്രികൾച്ചർ വാസ് റെക്കമെൻഡഡ് ബൈ H. കൾവേർട്ട്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മിൽ ഓൺഡ് ബൈ റോബർട്ട് ഓവൻ?
വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മിൽ ഓൺഡ് ബൈ റോബർട്ട് ഓവൻ? ഉത്തരം ന്യൂ ലെനാർക്ക് മില്ല്. റോബർട്ട് ഓവന് ഒരു മില്ലുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ന്യൂ ലെനാർക്ക് മിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഹു എലക്ട് ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഹു എലക്ട് ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഉത്തരം മാനേജിംഗ് കമ്മിറ്റി. ജനറൽ ബോഡിയിൽ നിന്നാണ് മാനേജിംഗ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്നത്. മാനേജിംഗ് കമ്മിറ്റിയാണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. ദ പ്രസിഡന്റ് ഓഫ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്? ദ പ്രസിഡന്റ് ഓഫ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്? ഉത്തരം ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്? ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്? സെക്രട്ടറി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറിയാണ്. മിനിറ്റ്സ് ബുക്ക് കൈവശം വെക്കുന്നത് സെക്രട്ടറിയാണ്. ഫാമേഴ്സ് സർവീസ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ്. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റിയിലെ തന്നെ ഒരു അംഗമായിരിക്കും. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്, അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റി അംഗമല്ല. അടുത്തത് ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ലേബർ കോപ്പറേറ്റീവ്സ് വാസ് ഫോംഡ് ഇൻ? ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ലേബർ കോപ്പറേറ്റീവ്സ് വാസ് ഫോംഡ് ഇൻ? ഉത്തരം 1981. 1981 NLCF അല്ലെങ്കിൽ നാഷണൽ ലേബർ കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ നിലവിൽ വന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ലേബർ കൂപ്പ് ആണ് ഇവരുടെ പബ്ലിക്കേഷൻ. ലേബർ കൂപ്പ് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് NLCF. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 അനുസരിച്ചാണ് NLCF രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫോർ രജിസ്റ്ററിംഗ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് മെമ്പർ ഫ്രം ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് റിക്വയർഡ്? For registering a multi-state cooperative society, dash member from each of the state consent required? ഉത്തരം 50. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് ഇൻഡിവിജ്വൽ മെമ്പർ ആണ് എങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു സംസ്ഥാനത്ത് നിന്ന് മിനിമം 50 ആൾക്കാർ ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് സൊസൈറ്റീസ് ആണ് എങ്കിൽ മിനിമം 5 സൊസൈറ്റീസാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രാർ ആണ്. അടുത്ത ചോദ്യം, ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മിറ്റി ഓഫ് 1945 ഈസ്? ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മിറ്റി ഓഫ് 1945 ഈസ്? ഉത്തരം RD സരയ്യ. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. 1945 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1946 കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഹെഡായിരുന്നു RD സരയ്യ. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ടീച്ചിങ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ സ്കൂൾ ആൻഡ് കോളേജസ്, മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ, ഇതെല്ലാം കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിരുന്നു. വേൾഡ് കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഫസ്റ്റ് സാറ്റർഡേ ഓഫ്? വേൾഡ് കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഫസ്റ്റ് സാറ്റർഡേ ഓഫ്? ഉത്തരം ജൂലൈ. വേൾഡ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂലൈയിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. 1923 ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ആ വർഷം 7-ാം തീയതിയായിരുന്നു സാറ്റർഡേ വന്നത്. അപ്പം 7/7/1923 വേൾഡ് കോപ്പറേറ്റീവ് ഡേ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഡാഷ് വാസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? ഡാഷ് വാസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? ഉത്തരം NSR ശാസ്ത്രി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു AD ഗോർവാല. 4 മെമ്പേഴ്സാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. AD ഗോർവാല, B വെങ്കിട്ടപ്പൈ, DR ഗാഡ്ഗിൽ, NSR ശാസ്ത്രി. ഇതിൽ മെമ്പർ സെക്രട്ടറി ആയിരുന്നത് NSR ശാസ്ത്രിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു AD ഗോർവാല. ഇനി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആണെങ്കിൽ അതിൻ്റെ ഹെഡ് B വെങ്കിട്ടപ്പയാണ്.
ഈ രണ്ട് കമ്മിറ്റിയിലും ഉണ്ടായിരുന്ന ഒരു കോമൺ മെമ്പറാണ് ബി വെങ്കിട്ടപ്പൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് 1951 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. യൂണിറ്റി സർവീസ് ക്വാളിറ്റി ഈസ് എ സ്ലോഗൻ ഓഫ് CWS കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ സ്ലോഗനായിരുന്നു യൂണിറ്റി സർവീസ് ക്വാളിറ്റി എന്നത്. The report submitted by All India Rural Credit Survey Committee contains dash volumes. The report submitted by All India Rural Credit Survey Committee contains dash volumes. ഉത്തരം 3 വോളിയംസ് ആണ്. സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്, ഇങ്ങനെ 3 വോളിയംസ് ആയിട്ടാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. The cooperative housing societies came under ഉത്തരം നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആ കാറ്റഗറിയിൽ വരുന്നതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് കേരളത്തിൽ 2 ടയർ സ്ട്രക്ചറാണ്. 5 തരത്തിലുള്ള പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി. അടുത്തത് മിനിമം സർവീസ് റിക്വയർഡ് ഫോർ എലിജിബിലിറ്റി ഓഫ് ഗ്രാറ്റുവിറ്റി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഉത്തരം 5 years. ഗ്രാറ്റുവിറ്റി കിട്ടുന്നതിനുള്ള മിനിമം സർവീസ് എത്രയാണ്? 5 വർഷമാണ്. ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 62, റൂൾ 59. ഗ്രാറ്റുവിറ്റി 15 മാസത്തെ സാലറിയിൽ കൂടാൻ പാടില്ല എന്നും പറയുന്നു. ഗ്രാറ്റുവിറ്റി ആക്ട് വന്നത് 1972 അടുത്തത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഉത്തരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്കാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ ആൻഡ് സ്പെഷ്യൽ ഡിബഞ്ചർ. സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ ഫുള്ളി പർച്ചേസ് ചെയ്തിരിക്കുന്നത് നബാർഡാണ്. ഈ കേസ് കാർഡ് ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ഈ ബാങ്ക് നബാർഡിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അടുത്ത ചോദ്യം ക്യാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഇൻ ഉത്തരം പ്രൈമറി മിൽക്ക് സൊസൈറ്റി. ക്യാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈമറി മിൽക്ക് സൊസൈറ്റിയാണ്. പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 2 തരത്തിലുണ്ട്, KVCS ആൻഡ് KUCS. KVCS എന്ന് പറഞ്ഞാൽ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, KUCS എന്ന് പറഞ്ഞാൽ ക്ഷീര ഉൽപാദക കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് KVCS ആണ്, ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ക്യാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈമറി മിൽക്ക് സൊസൈറ്റിയാണ്. Financial assistance given by the government to handloom societies to boost up their sales. Financial assistance given by the government to handloom societies to boost up their sales. ഉത്തരം റിബേറ്റ്. ഹാൻഡ്ലൂം സൊസൈറ്റീസിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് റിബേറ്റ്. നെയിം ദ ഫെഡറൽ ടൈപ്പ് ഓഫ് ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഉത്തരം റെയ്ഡ്കോ. റെയ്ഡ്കോ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സൊസൈറ്റിയാണ്. റെയ്ഡ്കോ നിലവിൽ വന്നത് 1972 ഓഗസ്റ്റ് 31. റെയ്ഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കണ്ണൂരാണ്. അടുത്ത ചോദ്യം ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ വാസ് ദ ഫോർമർ നെയിം ഓഫ് ഉത്തരം NCCE, നാഷണൽ
സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇതിൻ്റെ മുമ്പത്തെ പേരായിരുന്നു ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ എന്നത്. NCCE നിലവിൽ വന്നത് 1958 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCDC ഈസ് എ ഡാഷ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. NCDC ഈസ് എ ഡാഷ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ഉത്തരം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. 1963 മാർച്ച് 13 NCDC നിലവിൽ വന്നത്. NCDC ആക്ട് 1962. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ് ആണ് NCDCയുടെ പഴയ പേര്. അതാണ് പിന്നീട് NCDC ആയി മാറിയത്. നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ് റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ് നിലവിൽ വന്ന വർഷം 1956. അപ്പോൾ NCDC എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. വർക്ക് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോപ്പറേഷനാണ്. അടുത്തത് NCDC ആക്ട് വാസ് ഫസ്റ്റ് അമെൻഡഡ് ഇൻ ദ ഇയർ. NCDC ആക്ട് വാസ് ഫസ്റ്റ് അമെൻഡഡ് ഇൻ ദ ഇയർ. ഉത്തരം 1975. NCDC ആക്ട് വന്നത് 1962 നമ്മൾ പറഞ്ഞു. ഇത് ആദ്യം അമെൻഡ് ചെയ്തത് 1975. പിന്നീട് 2002 മെയ് 25 വീണ്ടും അമെൻഡ് ചെയ്തു. അപ്പം ലാസ്റ്റ്ലി അമെൻഡ് ചെയ്തത് 2002. ഇതൊരു കംപ്ലീറ്റ് അമെൻമെൻ്റ് ആയിരുന്നു. NCDC അവസാനം അമെൻഡ് ചെയ്തത് 2002 മെയ് 25. ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ഈസ്. ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ഈസ്. ഉത്തരം ഡെൻമാർക്ക്. അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ്റെ ഹോംലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന് വേറെയും പ്രത്യേകതയുണ്ട്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. അതുപോലെ നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ഡെൻമാർക്ക്. The year in which first Central Land Mortgage Bank constituted in Madras. The year in which first Central Land Mortgage Bank constituted in Madras. ഉത്തരം 1929. മദ്രാസിൽ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വന്നത് 1929. ടൗൺസൺ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു ബാങ്ക് വന്നത്. ടൗൺസൺ കമ്മിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തത് മദ്രാസ് ഗവൺമെൻറ്റാണ്. One of the essential feature of Danish cooperative movement is. One of the essential feature of Danish cooperative movement is. ഉത്തരം വോളണ്ടറി ഡെവലപ്മെൻറ്റ്. ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു ഫീച്ചറായിരുന്നു വോളണ്ടറി ഡെവലപ്മെൻറ്റ്. ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1882. The members in Rockdale Pioneers were engaged in. The members in Rockdale Pioneers were engaged in. ഉത്തരം ഫ്ലാനൽ വീവിങ്. റോക്ക്ഡെയിൽ പയനീഴ്സ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ഫ്ലാനൽ വീവേഴ്സ് ആയിരുന്നു. 28 ഫ്ലാനൽ വീവേഴ്സ് കൂടിയാണ് ഈ സൊസൈറ്റി റോക്ക്ഡെയിൽ പയനീർ സൊസൈറ്റി രൂപീകരിച്ചത്. 1844 റോക്ക്ഡെയിൽ പയനീർ സൊസൈറ്റി വന്നത്. ഇതൊരു കൺസ്യൂമർ ടൈപ്പ് സൊസൈറ്റി ആയിരുന്നു. ഇതാണ് ലോകത്തിലെ തന്നെ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദ പ്രൊവിൻസ് ഓഫ് ഇംഗ്ലണ്ട് വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി പയനീർ ഓഫ് ഹോൾസെയിൽ മൂവ്മെൻറ്റ്. ദ പ്രൊവിൻസ് ഓഫ് ഇംഗ്ലണ്ട് വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി പയനീർ ഓഫ് ഹോൾസെയിൽ മൂവ്മെൻറ്റ്. ഉത്തരം മാഞ്ചസ്റ്റർ. കോപ്പറേറ്റീവ് ഹോൾസെയിൽ മൂവ്മെൻറ്റിൻ്റെ പയനീർ എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ സ്ഥലമാണ് മാഞ്ചസ്റ്റർ. 1863 കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി മാഞ്ചസ്റ്ററിൽ ഫോം ചെയ്തത്. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ EV നീൽ ആണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ EV നീൽ. 1863 ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി മാഞ്ചസ്റ്ററിൽ നിലവിൽ വന്നത്. വിച്ച് കൺട്രി നോൺ ആസ് ദ സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ. വിച്ച് കൺട്രി നോൺ ആസ് സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ. ഉത്തരം ജർമ്മനി. സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ ജന്മസ്ഥലമാണ് ജർമ്മനി. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ജന്മസ്ഥലമാണ് ജർമ്മനി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്
ജർമ്മനി. സ്റ്റേറ്റ് ഫാം ഇൻ റഷ്യ ആർ നോൺ ആസ് ഉത്തരം സോർക്കോസി. റഷ്യയിലെ സ്റ്റേറ്റ് ഫാം അറിയപ്പെടുന്നത് സോർക്കോസി എന്നാണ്. റഷ്യയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കളക്റ്റീവ് ഫാംസ് ആയിരുന്നു. റഷ്യയിലെ കളക്റ്റീവ് ഫാംസ് ആണ് കൊൾക്കോസ്. കൊൾക്കോസിലെ മെമ്പേഴ്സാണ് ബ്രിഗേഡ്സ്. അടുത്തത് ഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ സ്വീഡൻ. ഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ സ്വീഡൻ ഉത്തരം കോപ്പറേറ്റീവ് ഫോർബഡൻറ്റ്. സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് KF അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫോർബഡൻറ്റ്. 1899 നിലവിൽ വന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം ആണ്. KF അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫോർബഡിൻ്റെ ആസ്ഥാനം സ്റ്റോക്ക്ഹോം. അടുത്ത ചോദ്യം, ദ ഡാഷ് ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ICA. ദ ഡാഷ് ഈസ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി ICA. ഉത്തരം ഡയറക്ടർ ജനറൽ. ഡയറക്ടർ ജനറൽ ആണ് ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ്. ICA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. നിലവിൽ വന്നത് 1895 ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനറലാണ്. ഇപ്പോഴത്തെ ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവാണ് ജെറോൺ ഡോഗ്ലസ്. ICAയുടെ പ്രസിഡൻ്റാണ് ഏരിയൽ ഗുവാർക്കോ. The cooperative credit organization called Koch was organized in ഉത്തരം ജപ്പാൻ. ജപ്പാനിലെ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. അതായത് ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ആയിരുന്നു, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് അസോസിയേഷൻ ആയിരുന്നു കോഹ്. സെന്നോഹ് എന്ന് പറയുന്നത് നാഷണൽ ഫെഡറേഷൻ ആയിരുന്നു. ജപ്പാനിലെ നാഷണൽ ഫെഡറേഷൻ ആയിരുന്നു സെന്നോഹ്. ജപ്പാനിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ ആയിരുന്നു നിസിക്യോ. ജപ്പാനിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ ആയിരുന്നു നിസിക്യോ. കോഹ് എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് അസോസിയേഷൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഉത്തരം NCCF. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അല്ലെങ്കിൽ NCCFൻ്റെ പബ്ലിക്കേഷനാണ് ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. NCCF നിലവിൽ വന്ന വർഷം 1965. നാഷണൽ ലെവലിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് 4 ടയർ സ്ട്രക്ചറാണ്. കേരളത്തിൽ 3 ടയർ സ്ട്രക്ചറാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് IRMA ഉത്തരം വർഗീസ് കുര്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ്. വർഗീസ് കുര്യൻ ആയിരുന്നു ഫസ്റ്റ് ചെയർമാൻ. വർഗീസ് കുര്യൻ തന്നെയാണ് NDDBയുടെയും ആദ്യത്തെ ചെയർമാൻ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്തത്, റോപ്പ് ഓഫ് ICA സിറ്റുവേറ്റഡ് ഇൻ ICA റോപ്പ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ICA റോപ്പ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് 1960. ICAയ്ക്ക് 4 ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻസ് ഉണ്ട്. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ പസഫിക്. അതിൽ യൂറോപ്പിലുള്ളത് ബ്രസൽസിലാണ്, അമേരിക്കയിലുള്ളത് സാൻജോസിൽ, ആഫ്രിക്ക നെയ്റോബി, ഏഷ്യ പസഫിക്കിൽ വരുന്നതാണ് ന്യൂഡൽഹി. ICAയുടെ ഫസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻ ഏതാണെന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് ആഫ്രിക്കയിലെയാണ്. അടുത്തത്, ചെയർമാൻ ഓഫ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഉത്തരം H. കാൾവേർട്ട്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ ചെയർമാൻ H. കാൾവേർട്ട് ആണ്. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ റിട്ടൺ ബൈ ഉത്തരം ഡൂപ്പർനിക്സ്. ഡൂപ്പർനിക്സ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? എഡ്വാർഡ് ലോ കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു ഡൂപ്പർനിക്സ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്നത്. ദ ബിഗ്ഗസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഈസ് ഉത്തരം ഡൽഹി സൂപ്പർ മാർക്കറ്റ്. ഡൽഹി സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നത് NCCF ആണ്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസി? ഉത്തരം ഡിസ്ട്രിക്ട് കളക്ടർ. ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ചെയർമാനാണ് ഡിസ്ട്രിക്ട് കളക്ടർ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ വാസ് റിട്ടൺ ബൈ E.M. ഹേഗ്.
EM ഹേഗ് എഴുതിയ ബുക്കാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നത്. ദ സ്റ്റേറ്റ് ഫേമസ് ഫോർ ഡയറി സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ദ സ്റ്റേറ്റ് ഫേമസ് ഫോർ ഡയറി സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഉത്തരം ഗുജറാത്ത്. ഡയറി സൊസൈറ്റികൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ് ഗുജറാത്ത്. NDDBയുടെ ആസ്ഥാനം ഗുജറാത്താണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അഥവാ അമുൽ, നാഷണൽ കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NCDFI, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം വരുന്നത് ഗുജറാത്തിലെ ആനന്ദാണ്. അടുത്ത ചോദ്യം, NCUY വാസ് ഓർഗനൈസ്ഡ് ഇൻ 1929. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1929. NCUIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ, ഇത് രണ്ടും NCUIയുടെ പഴയ പേരുകളാണ്. ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് NCUI ഈസ്. ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് NCUI ഈസ്. ഉത്തരം ജനറൽ ബോഡി. NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിയാണ്. NCDCയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ചോദിച്ചാൽ അത് ജനറൽ കൗൺസിലാണ്. ICAയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ അസംബ്ലിയാണ്. ഇവിടെ ചോദ്യം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് NCUI ഈസ്. ഉത്തരം ജനറൽ ബോഡി. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് SCU. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് SCU. ഉത്തരം PG മേനോൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫസ്റ്റ് ചെയർമാനാണ് PG മേനോൻ. ഫസ്റ്റ് പ്രസിഡൻ്റാണ് KR ഇലങ്കത്ത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത് 1970 നവംബർ 21. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അഫിലിയേഷൻ ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. അഫിലിയേഷൻ ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഉത്തരം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫിലിയേഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിമം അഫിലിയേഷൻ ഫീസ് 100 രൂപയും മാക്സിമം 2000 രൂപയുമാണ്. റൂൾ 148 അഫിലിയേഷൻ ഫീസിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ഐമാസ് ഈസ് ഓപ്പറേറ്റഡ് ബൈ. ഐമാസ് ഈസ് ഓപ്പറേറ്റഡ് ബൈ. ഉത്തരം നാപ്സ്കോബ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ നാപ്സ്കോബ് ആണ് ഐമാസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നാപ്സ്കോബ് നിലവിൽ വന്നത് 1964 മെയ് 19. നാപ്സ്കോബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നാപ്സ്കോബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. നാപ്സ്കോബിൻ്റെ പബ്ലിക്കേഷനാണ് നാപ്സ്കോബ് ബുള്ളറ്റിൻ. അപ്പോൾ ഐമാസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നാപ്സ്കോബാണ്. ഐമാസ് നിലവിൽ വന്നത് 1965 ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1967. അടുത്ത ചോദ്യം, നാഫഡ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ. നാഫഡ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ. ഉത്തരം 1958. 1958 ഒക്ടോബർ 2 നാഫഡ് നിലവിൽ വന്നത്. നാഫഡ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഫെഡറേഷനാണ്. ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് അറ്റ്. ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് അറ്റ്. ഉത്തരം ഹൂബ്ലി. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി നിലവിൽ വന്നത്. വർഷം 1915. മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ജന്മനാട് അമേരിക്കയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി നിലവിൽ വന്നത് കർണാടകയിലെ ഹൂബ്ലിയിലാണ്. ദ ഫൗണ്ടർ ഓഫ് അമുൽ. ദ ഫൗണ്ടർ ഓഫ് അമുൽ. ഉത്തരം ത്രിഭുവൻ ദാസ് പട്ടേൽ. അമുൽ എന്ന് പറഞ്ഞാൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അല്ലെങ്കിൽ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിമാണ് അമുൽ എന്ന് പറയുന്നത്. അമുൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1946 ഡിസംബർ 14 ഹെഡ് ക്വാർട്ടേഴ്സ് ഗുജറാത്തിലെ ആനന്ദ്. അമുലിൻ്റെ ഫൗണ്ടറാണ് ത്രിഭുവൻ ദാസ് പട്ടേൽ. അമുലിൻ്റെ കോ ഫൗണ്ടറാണ് വർഗീസ് കുര്യൻ. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നത് അമുലിൻ്റെ സ്ലോഗനാണ്. അടുത്തത് വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ്സ് ആർ. വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ്സ് ആർ. ഉത്തരം ആപ്കോസ്. ഡയറി സൊസൈറ്റീസ് 3 ടയർ സ്ട്രക്ചറാണ്. അപ്പെക്സ് ലെവലിൽ മിൽമ, മിഡിൽ ലെവലിൽ റീജിയണൽ യൂണിയൻസ്, പ്രൈമറി ലെവലിൽ വരുന്നതാണ് ആപ്കോസ്. ആപ്കോസ് എന്ന് പറഞ്ഞാൽ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ.
ഉത്തരം സരസ്വത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ബോംബെയിലാണ് സ്ഥാപിതമായത്. സരസ്വത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഡാഷ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് SCU. ഡാഷ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് SCU. ഉത്തരം സഹകരണ ജേണൽ. SCU അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ ജേണൽ. ഇത് പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1952 അടുത്തത് ദ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് കൺസ്യൂമർ സെക്ടർ ഓഫ് ഇന്ത്യ. ദ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് കൺസ്യൂമർ സെക്ടർ ഓഫ് ഇന്ത്യ. ഉത്തരം നടേശൻ കമ്മിറ്റി. കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട കമ്മിറ്റിയാണ് നടേശൻ കമ്മിറ്റി. നടേശൻ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1960. അപ്പം നടേശൻ കമ്മിറ്റി കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. HUDCO was set up by the central government in. HUDCO was set up by the central government in. ഉത്തരം 1970. HUDCO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1970. HUDCO മീൻസ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത് 1970 ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. HUDCOയുടെ പബ്ലിക്കേഷനാണ് ജാഗൃതി. അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC. ഉത്തരം മാനേജിംഗ് ഡയറക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനറലാണ്. NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ്. മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഡാഷ് ഈസ് കൺസീവ്ഡ് ആസ് ആൻ ഇൻ്റലക്ച്വൽ നെർവ് സെൻറ്റർ ഫോർ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് കൺസീവ്ഡ് ആസ് ആൻ ഇൻ്റലക്ച്വൽ നെർവ് സെൻറ്റർ ഫോർ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഉത്തരം വാംനിക്കോം. വാംനിക്കോമാണ് ഇൻ്റലക്ച്വൽ നെർവ് സെൻറ്റർ എന്ന് അറിയപ്പെടുന്നത്. RN മിർദ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ. RN മിർദ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. RN മിർദ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. 1965 അപ്പോയിൻറ്റ് ചെയ്തത്. റാം നിവാസ് മിർദ കമ്മിറ്റി. ഇതാണ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത്. RN മിർദ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ ഇൻ കേരള. ഫസ്റ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ ഇൻ കേരള. ഉത്തരം കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് സപ്ലൈ യൂണിയനാണ് കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുമല വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സഹകരണ വീതി ഈസ് എ മന്ത്ലി മാഗസിൻ പബ്ലിഷ്ഡ് ബൈ. സഹകരണ വീതി ഈസ് എ മന്ത്ലി മാഗസിൻ പബ്ലിഷ്ഡ് ബൈ. ഉത്തരം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സഹകരണ വകുപ്പിൻ്റെ മാഗസിനാണ് സഹകരണ വീതി. നമ്മൾ നേരത്തെ പറഞ്ഞു സഹകരണ ജേണൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പബ്ലിക്കേഷനാണ്. കേരള സ്റ്റേറ്റ് ഫിഷറി ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. കേരള സ്റ്റേറ്റ് ഫിഷറി ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഉത്തരം 1984. കേരള സ്റ്റേറ്റ് ഫിഷറി ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത് മത്സ്യഫെഡാണ്. മത്സ്യഫെഡ് നിലവിൽ വന്നത് 1984 മാർച്ച് 19 മത്സ്യഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ഹൂ ഈസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ഉത്തരം സൺ യാറ്റ് സൺ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. DCAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം തിരുവനന്തപുരം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കയർഫെഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കയർഫെഡ്. ഉത്തരം ആലപ്പുഴ. കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. കയർ ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. കയർഫെഡ് നിലവിൽ വന്ന വർഷം 1979. കയർ ബോർഡ് 1954. കയർ ബോർഡിൻ്റെ പബ്ലിക്കേഷനാണ് കയർ ന്യൂസ്. കയർ ഇയർ എന്ന് പറയുന്നത് 2010. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. ഉത്തരം 30th ജൂലൈ 1984.
1984 ജൂലൈ 30-നാണ് കേസ് കാർഡ് ബാങ്ക് ആക്ട് നിലവിൽ വരുന്നത്. കേസ് കാർഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഈ ഒരു ആക്ട് അനുസരിച്ചാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് നിലവിൽ വന്നത് 1984 ജൂലൈ 30-നാണ്. ഇൻ കേരള ഷോർട്ട് ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഈസ് ഉത്തരം 2 ടയർ. ഷോർട്ട് ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ 2 ടയർ ആണ്. അപ്പെക്സ് ലെവലിൽ കേരള ബാങ്കും പ്രൈമറി ലെവലിൽ പാക്സും. ലോങ് ടേം ആണെങ്കിലും 2 ടയർ സ്ട്രക്ചർ തന്നെയാണ്. അപ്പെക്സ് ലെവലിൽ കേസ് കാർഡ് ബാങ്കും പ്രൈമറി ലെവലിൽ പ്രൈമറി കാർഡ് ബാങ്കും. ദ പ്രൈമറി ലെവൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ട്രൈബൽ ഏരിയാസ്. ഉത്തരം ലാംസ്. ലാംസ് എന്ന് വെച്ചാൽ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ലാംസിൻ്റെ പൂർണ്ണരൂപം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലാംസ് മീൻസ് ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ലാംസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1974-ലാണ്. പ്രൈമറി ലെവലിൽ വരുന്നതാണ് ലാംസ്. അപ്പെക്സ് ലെവലിൽ ട്രൈഫെഡ്, മിഡിൽ ലെവലിൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് സെൻട്രൽ കോപ്പറേറ്റീവ്സ്. അടുത്തത് അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. ഉത്തരം റബ്ബർ മാർക്ക്. റബ്ബർ മാർക്ക് നിലവിൽ വന്നത് 1971 മാർച്ച് 16-നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എറണാകുളം. റൂബക്ക് എന്ന് പറയുന്നത് റബ്ബർ മാർക്കിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതുപോലെ റബ്ബർ മാർക്കിൻ്റെ ഫെർട്ടിലൈസേഴ്സ് ആണ് ഭാരത ജൈവ, കേരള ജൈവ, പെരിയാർ മിക്സർ ഇവയെല്ലാം. അടുത്തത് നീതി സ്റ്റോഴ്സ് വെയർ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. ഉത്തരം 1997. 1997-ലാണ് കൺസ്യൂമർ ഫെഡ് നീതി സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. നീതി മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ അത് 1998 നവംബർ 1-നാണ് സ്റ്റാർട്ടായത്. അപ്പം നീതി സ്റ്റോഴ്സ് നിലവിൽ വന്ന വർഷം 1997. കോർപ്പറേഷനിൽ നിന്നുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. പല ക്ലാസ്സുകളിലായി ഓൾറെഡി എല്ലാം പഠിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.